നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഉച്ചക്കരയ്ക്കുള്ള ഭക്ഷണത്തിന് എന്തൊക്കെ കറി ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നേന്ത്രക്കായ ഉണ്ട്, ഒരെണ്ണം, ചേനയുണ്ട്, ബീട്രൂട്ട് ഉണ്ട്. അപ്പം നമുക്കൊരു കായും ചേന എടുത്തിട്ട് ഒരു കാളനും വെക്കാം, ബീട്രൂട്ട് ഒരു തോരനും വെക്കാം അല്ലേ. ഓക്കെ, ഇതാണ് നേന്ത്രക്കായ, ഇത് ചേന. നമുക്ക് നുറുക്കാട്ടോ. ചേന തൊലി കളഞ്ഞ് ചെറിയ പീസസ്സായിട്ട് നുറുക്കാം. കണ്ടു, രണ്ട് ഞാൻ ചെത്തിയുണ്ട്, തൊലിയൊക്കെ ചെത്തി കഴുകിയെടുത്തു. ഇതാ ഇങ്ങനെ പിക്കി ഇടാം. അങ്ങനെയാണ് ചേന കാളനൊക്കെ നുറുക്കുക. കാളനായാലും ശരിക്കായാലും ഇങ്ങനെ നുറുക്കുക. കഷ്ണങ്ങൾക്ക് പ്രത്യേക ഷേപ്പൊന്നുമില്ല, പിക്കിയിടുള്ളൂ. ഇതൊക്കെ ചേന നുറുക്കി കഴിഞ്ഞു. ഇനി കായ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാക്കി പൊളിച്ചിട്ട് നമ്മൾ ശർക്കരപ്പേരിക്ക് നുറുക്കില്ല, അതുപോലെ വലിയ കഷ്ണമായിട്ട് ഇങ്ങനെ നുറുക്കിയിടാം. 1 2 3 അങ്ങനെ കായയും ചേനയും നുറുക്കി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് കഴുകാം, ഇട്ടിട്ട് കഴുകാം കേട്ടോ. ഇത്ര കഷ്ണമുണ്ട്. കഴുകി കുക്കറിലേക്ക് അതിടാം. കുക്കറിലിട്ടു. പെട്ടെന്നാവും കേട്ടോ പണി. ഇത്രയും കഷ്ണമുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ടു, ആവശ്യത്തിലുള്ള ഉപ്പിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക്, 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചു. മുളകിന് പച്ചമുളക് അരയ്ക്കുമ്പോൾ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കാം. ഇതാ വിസിലൊക്കെ വന്നു കേട്ടോ. കുരുമുളക് പൊടി ഇപ്പോഴാണ് ഞാൻ ഇടണേ, മറന്നതാട്ടോ, നേരത്തെ ഇടേണ്ടതായിരുന്നു. സാരില്ല, ഇപ്പം ഇട്ടാലും മതി. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം. സാധാരണ ചുവന്ന മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുരുമുളക് പൊടിയും പച്ചമുളകാണ് ശരിക്കും വേണ്ടത്. ഇതാ കണ്ടോ, വെന്തിട്ടുണ്ട്, ചേനയൊക്കെ വെന്തുണ്ട്. ഇനി ഇതിലേക്ക് മോരൊഴിക്കണം. 1 ഗ്ലാസ് ഒഴിച്ചു. 1 ഗ്ലാസ് കൂടി ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ 2 ഗ്ലാസ്, അതായത് നാഴി 1 ഗ്ലാസ് ആണല്ലോ, അപ്പോൾ നാഴി മോരൊഴിച്ചു. ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള നാളികേരം അരയ്ക്കാം. നാളികേരം 1 മുറി നാളികേരം, 1 മുറി അല്ല കേട്ടോ, അതിലും കൂടുതലുണ്ട്. ചെറുകിയെടുത്തത് മിക്സിയിലിട്ടു. ഇനി അതിലേക്ക് ജീരകം ഇടണം. 1 ടീസ്പൂൺ ജീരകം ഇട്ടു. പച്ചമുളക് 2 എണ്ണം പൊട്ടിച്ചിട്ടു. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ബെസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഞാൻ അരച്ചെടുത്തേക്കണം കേട്ടോ. അപ്പം മോരൊഴിച്ച കാരണം അതിൽ ഇത്തിരി വെള്ളം പോലെ ഉണ്ടല്ലോ. ഇത് ഉലുവപ്പൊടി ഇടാം കേട്ടോ. ഉലുവപ്പൊടി, ഉലുവ ഒന്ന് ചൂടാക്കി പൊടിച്ച് വെച്ചേക്കണത് അത് ഉലുവപ്പൊടി കാടനിൽ നല്ലതാ. അത് തിളക്കട്ടെ. ഇപ്പം നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. 4 പൊടികളുണ്ട്. നന്നായിട്ട് തിളച്ചു. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം, ജീരകവും പച്ചമുളകും കൂടി അരച്ചതാണ് അതിലേക്കിടാം. ഒട്ടും വെള്ളമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ വെള്ളമൊക്കെ പാകത്തിനാവും. ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇപ്പം നാളികേരമൊക്കെ മിക്സ് ചെയ്തു. തിളയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നാളികേരത്തിൽ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. വാങ്ങി വയ്ക്കാം. ഇനി കടുക്, മുളക്, ഉലുവ അതൊക്കെ വറുത്തിടാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു 1 ടീസ്പൂൺ. കടുക് പുറത്തേക്ക് പൊട്ടി പോവാതിരിക്കാനായിട്ട് അടച്ചു വെച്ചതാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉലുവ ഇട്ടു. 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. കറിവേപ്പില ഇടാം. 2 തണ്ട് കറിവേപ്പില ഞാൻ കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചു. ഗാർണിഷ്ഡ് പണി കഴിഞ്ഞു കേട്ടോ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. പാത്രഭാഗം വിളമ്പാർ എടുക്കാം കേട്ടോ. നമുക്ക് തോരനുള്ള
ബീട്രൂട്ട് ഒരെണ്ണം ചെത്തി വെച്ചു ഞാൻ. രണ്ടാമത്തെ എടുത്തു. തൊലി കളയാം. അപ്പോൾ 2 മതിയെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇന്നത്തേക്ക് ഇത് മതിയാവും. അപ്പോൾ 2 തൊലി കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുത്തു. ഇനി അതിന് ചെറിയ ചെറിയ പീസസ് ആക്കാം. അതിന് ശേഷം നമുക്ക് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുഴുവനും നുറുക്കി വെച്ചു. നമ്മുടെ ചോപ്പർ എടുത്തു. അതിൻ്റെ ബ്ലേഡൊക്കെ ശരിക്ക് വെച്ചു. നുറുക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് കുറച്ചിട്ടു. അധികം ഇട്ടാൽ ചിലപ്പോൾ സ്ട്രക്കാവും. കുറച്ചിട്ടാൽ മതി. വലിക്കുമ്പോൾ സ്ട്രക്കാവാണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇത് കുഴപ്പമൊന്നുമില്ല. 4 വലി വലിച്ചാൽ നമ്മുടെ ബീട്രൂട്ട് എല്ലാം പൊടി പൊടിയായിട്ട് കിട്ടും. ഇതാ വളരെ ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സൈഡിലേക്ക് പകർത്തി വയ്ക്കാം. ഇങ്ങനെ ഇത് മുഴുവനും നമുക്ക് ആക്കിയെടുത്തു കേട്ടോ. ഇനി അത് തോരൻ വയ്ക്കാൻ അതിലേക്ക് ഒരു സവാള, ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചു. 2 പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിട്ടു. ഉഴുന്ന് പരിപ്പ് തോരൻ നല്ലതാണെന്നറിയാമല്ലോ. വറ്റൽമുളകിട്ടു. ഇനി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് ഒന്ന് വഴന്ന് വന്നപ്പോൾ നമുക്കതിലേക്ക് ഇനി കഷ്ണം നുറുക്കിയിടാം. പൊടിപൊടിയായിട്ട് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്നാവും കേട്ടോ. 2 പ്രാവശ്യം തുറന്ന് അടച്ച് ഇളക്കി വരുമ്പോൾ അതായി ഉണ്ടാവും. ഇത്ര പണിയുള്ളൂ. ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിലുള്ള ഉപ്പ് പൊടി ഇട്ടു. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ വേറെ ഒന്നും വേണ്ട. ഇനിയിട്ട് ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. നന്നായിട്ട് ഇത് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. കുറച്ച് നാളികേരം കൂടി അതിൽ മിക്സ് ചെയ്താൽ നമ്മുടെ തോരൻ റെഡി കേട്ടോ. അപ്പോൾ ഇന്നത്തെ തോരനും കാളനും പിന്നെ നമ്മുടെ നാരങ്ങക്കറി ഇരിക്കുന്നുണ്ട്, അതും ഇന്നത്തേക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇഷ്ടമായോ? എളുപ്പം കഴിഞ്ഞില്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.